Xylem Learning മക്കളെ നാളത്തെ പരീക്ഷയ്ക്ക് ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും 70% മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 4 പാഠങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഇക്വേഷൻസും അവയുടെ എല്ലാ യൂണിറ്റുകളും ഏതാനും ചോദ്യങ്ങളുമാണ്. സോ വെൽക്കം ടു ദി ക്ലാസ്. സോ മക്കളെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന് പറയുന്ന പാഠമാണ് കേട്ടോ. ഓക്കെ, അതിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട യൂണിറ്റ് അതുപോലെ തന്നെ ഇക്വേഷൻ ആരുടെയാണെന്നറിയോ? ഫോഴ്സ് ആണ്. ഫോഴ്സ് സമം എം ഇൻറ്റു എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഓക്കെ, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ത്വരണം. ഓക്കെ, അപ്പൊ എഫ് സമം എം എ. നെക്സ്റ്റ് ആണ് ദ വെരി വെരി ഇമ്പോർട്ടന്റ്, ഇയാളുടെ പേരിലാണ് പിന്നീട് ചാപ്റ്റർ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും മാസ് ഇൻറ്റു വെലോസിറ്റി. പി സമം എം വി. എം വി എന്നിങ്ങനെ പറയാ. എം എന്ന് പറഞ്ഞാൽ മാസ്, ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ് ഭയങ്കര രസം. അത് കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇനിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇനീഷ്യൽ മൊമെന്റം. ആദ്യത്തെ മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. മാസ് ഇൻറ്റു ആദ്യ മൊമെന്റം. നെക്സ്റ്റ് ഫൈനൽ മൊമെന്റം എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റിനെ നമ്മൾ വി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടല്ലേ സൂചിപ്പിക്കൽ? യെസ്, സോ വി ഗോട്ട് PEI. PI എന്ന് പറയുമ്പോൾ പി ഇനീഷ്യൽ മൊമെന്റം സമം എം യു, മാസ് ഇൻറ്റു ആദ്യ വെലോസിറ്റി. നെക്സ്റ്റ് PF, ഫൈനൽ മൊമെന്റം സമം എം ഇൻറ്റു വി, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ഫൈനൽ വെലോസിറ്റി, അന്ത്യ വെലോസിറ്റി, പ്രവേഗം. ഓക്കെ, സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ഇതുപോലെ ചോദിക്കുന്നതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് എന്ന് പറഞ്ഞാൽ മൊമെന്റ് വ്യത്യാസം എന്നാണ്. മൊമെന്റത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസം, അതായത് ഫൈനൽ മൊമെന്റത്തിന് ഇനീഷ്യൽ മൊമെന്റം കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുക. എന്ത് സിമ്പിളാ, PF മൈനസ് PI. സച്ചല്ലേ? നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കൂലേ? ഇതിനൊന്നിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ അതിലുള്ള വ്യത്യാസം കിട്ടി. എൻ്റെ മോനെ എത്ര സിമ്പിളാ. നെക്സ്റ്റ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇത് സിമ്പിൾ അല്ല അല്ലെ? നമ്മൾ മറന്നു പോവും. മൊമെന്റ് വ്യത്യാസ നിരക്ക് എന്ന മലയാളത്തിൽ പറയാം. റേറ്റ്, നിരക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറയാം. നമുക്ക് എന്തിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ ടൈം കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര സംഭവമുള്ളൂ. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാലല്ലേ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം നമ്മളിവിടെ ചെയ്ത് വെച്ചില്ലേ? അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അല്ലെങ്കിൽ മൊമെന്റ് വ്യത്യാസ നിരക്ക് കേട്ടോ. മനസ്സിലാക്കി വെക്കുക. ചേഞ്ച് ഓഫ് മൊമെന്റം ബൈ ടൈം, മൊമെന്റ് വ്യത്യാസം ബൈ സമയം. ഓക്കെ, സെറ്റ് ആണല്ലോ? റെഡി? സോ മനസ്സിലാക്കി വെക്കുക എല്ലാതും. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇയാളുടെ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇതിന്റെ യൂണിറ്റ് മാറ്റമുണ്ട്. കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ചെറിയ മാറ്റം ഉണ്ട്. അതിന്റെ കാര്യം ഇവിടെ റേറ്റ്, നിരക്ക് എന്ന് വന്നത് കൊണ്ടാണ് എന്താണ് വരിക? കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്നെയാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒക്കെ ഇവിടെ ഉണ്ട്. എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം. യെസ്, നമുക്ക് മാസ് കിട്ടി. മാസ് സമം 20 കിലോഗ്രാം ഞാൻ എഴുതി കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അത് റെസ്റ്റിലാണ് അല്ലെ? അപ്പൊ തുടക്കത്തിൽ അത് ചലിക്കുന്നില്ല. ദാറ്റ് മീൻസ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി യു, ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 നെക്സ്റ്റ് when a force is applied on it for 5 seconds. ഓക്കെ, 5 സെക്കൻഡ് സമയം എന്നുണ്ട്. സോ ടൈം സമം 5 സെക്കൻഡ്. ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ടു 30 മീറ്റർ ബൈ സെക്കൻഡ്. ഓക്കെ, അതിന്റെ വെലോസിറ്റി എന്താകുന്നു? 30 മീറ്റർ ബൈ സെക്കൻഡ് ആകുന്നു അല്ലെ? അപ്പൊ കുറച്ച് സമയത്തിന് ശേഷം 5 സെക്കൻഡിന് ശേഷം അതിന്റെ വെലോസിറ്റി മാറി. സോ ഇപ്പോൾ അതിന്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി വി സമം 30 മീറ്റർ ബൈ സെക്കൻഡ് ആണ്. കണ്ടുപിടിക്കാൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ? നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് എല്ലാം അങ്ങോട്ട് കണ്ടുപിടിക്കാം. ചേഞ്ച് ഓഫ് മൊമെന്റം മാത്രമല്ല, എല്ലാം കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി എം യു ആണ്. അതായത് 20 × 0. സോ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും. നെക്സ്റ്റ് ഫൈനൽ മൊമെന്റം അല്ലെ?
അവസാന മൊമെന്റം. അതെങ്ങനെ കണ്ടുപിടിക്കുക? എം ഇൻറ്റു വി ആണ് അല്ലെ. എം എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 30. സോ നമുക്ക് എത്ര കിട്ടും? 600 കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് എന്ന് കിട്ടി. എത്ര സിമ്പിളാ. ഇനി അടുത്ത നോക്കിയോ, ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചേ? ഫൈനൽ മൊമെന്റത്തിന് എന്ത് ചെയ്യണം? ഇനീഷ്യൽ മൊമെന്റം കൊണ്ട് മൈനസ് ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊമെന്റം നമുക്ക് ഇവിടെ എത്ര കിട്ടിയത്? 600 മൈനസ് ഇനീഷ്യൽ മൊമെന്റം 0. അപ്പൊ എത്ര കിട്ടും? 600 കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് എന്ന് കിട്ടി. സെറ്റല്ലേ? നെക്സ്റ്റ് നോക്കൂ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എങ്ങനെ അത് കണ്ടുപിടിക്കുക? ചേഞ്ച് ഓഫ് മൊമെന്റത്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. മൊമെന്റ് വ്യത്യാസത്തിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൊമെന്റ് വ്യത്യാസം നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 600 ആണ്. സമയം എത്രയാണ്? 5 സെക്കൻഡ് അല്ലേ? യെസ്, 5 സെക്കൻഡ്. 600 ബൈ 5 എത്ര കിട്ടും? 120 കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. അവിടെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. സെക്കൻഡിന് സ്ക്വയർ ഉണ്ടാവും, ഇവിടെ ഒന്നും സെക്കൻഡിന് സ്ക്വയർ ഇല്ല, സെക്കൻഡ് മാത്രം. That's a major difference. Okay, ready? So നമ്മൾ അതും എന്ത് ചെയ്തു? വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷൻ. ഈ ഒരൊറ്റ പേജ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നോക്കിയോ, ആദ്യം ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിക്കാൻ അതൊരു ഒന്നൊന്നര ഇക്വേഷൻ ആണ് അല്ലെ. എഫ് സമം ജി എം എം ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് ജി ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് പഠിക്കാം. നെക്സ്റ്റ് ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്മോൾ ലെറ്റർ ജി ആണ് കേട്ടോ, ജി എം ബൈ ആർ സ്ക്വയർ. നെക്സ്റ്റ് വെയിറ്റ്, ഭാരം കണ്ടുപിടിക്കാൻ എം ഇൻറ്റു ജി ആണ്. പിന്നെ ലാസ്റ്റ് 3 കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസ്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. ഇതിലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ വി സമം യു പ്ലസ് എക്ക് പകരം ജി എന്ന് കൊടുക്കുകയാണ് അല്ലെ. എക്ക് പകരം ഒക്കെ ജി ആണ്. അതാണ് ഗ്രാവിറ്റേഷന്റെ പ്രത്യേകത. എ ഇല്ല, ജി ഉള്ളൂ. അപ്പോൾ എസ് സമം യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2GS. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇതിൻ്റെയൊക്കെ യൂണിറ്റ് അല്ലേ. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഓക്കെ, ജീന്റെ യൂണിറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ യൂണിറ്റ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് വെയിറ്റ്, വെയിറ്റിന്റെ യൂണിറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്താണ്? ന്യൂട്ടൺ ആണ് കേട്ടോ. മോനെ, ഇത് രണ്ടിന്റെ യൂണിറ്റ് സെയിം അല്ലേ. നെക്സ്റ്റ് വെലോസിറ്റിന്റെ യൂണിറ്റ് നമുക്കറിയാം, മീറ്റർ ബൈ സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ, വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ ബൈ സെക്കൻഡ്. സെറ്റല്ലേ? സോ ഇതാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും യൂണിറ്റും. ഓക്കെ, നെക്സ്റ്റ് ബോയിന്റ് ഫോഴ്സ്, പ്ലവക്ഷമ ബലം എന്ന് പറയുന്ന സിമ്പിൾ ചാപ്റ്റർ ആണ്. അതിലെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ബോയൻസി, പ്ലവക്ഷമ ബലം കണ്ടെത്താൻ അല്ലെ. അപ്പൊ അതെന്താണ്? വായുവിലെ ഭാരത്തിനെ ദ്രവത്തിലെ ഭാരം, നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വെള്ളത്തിൽ ഇടുമ്പോഴാണല്ലോ ഈ സംഭവം ഉള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പോഴുള്ള ബോയൻസി കണ്ടുപിടിക്കാൻ വെയിറ്റ് ഓൺ എയറിനെ വെയിറ്റ് ഓൺ ലിക്വിഡ് കൊണ്ട് മൈനസ് ചെയ്താൽ മതി കേട്ടോ. സിമ്പിൾ അല്ലേ. അപ്പൊ നമുക്ക് ബോയൻസി കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ദ വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താനാണ്. വളരെ സിമ്പിൾ ആണ്. ഇത് എങ്ങനെ കണ്ടെത്താന്നറിയോ? ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഫോർ എക്സാമ്പിൾ, മണ്ണെണ്ണയുടെ സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രതയാണ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണയുടെ സാന്ദ്രത ഇവിടെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? വെള്ളത്തിന് സാന്ദ്രത കൊണ്ട് അതിനങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൽ ഒരാളെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അത് ഇയാളാണ്. അത് എപ്പോഴും 1000 ആയിരിക്കും. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000. ഓക്കെ, റെഡി? സോ ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ്. പെട്ടെന്ന് വായിച്ചു നോക്കാം. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം ആയി മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടേത് 810 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്, മണ്ണെണ്ണയുടെ സാന്ദ്രതയെ നമ്മുടെ വാട്ടറിന്റെ സാന്ദ്രത കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ മണ്ണെണ്ണയുടെ സാന്ദ്രത എത്രയാണ്? 810 ഡിവൈഡഡ് ബൈ 1000 അല്ലെ. വെള്ളത്തിന്റെ സാന്ദ്രത എത്രയാണ്? 1000 ആണ്. സോ 0 കട്ട് ചെയ്യും. പിന്നെ 81/100. സിമ്പിൾ അല്ലേ? എന്താണ്? എത്ര നമ്പർ ഉണ്ട്? എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വരുന്ന രീതിയിൽ അല്ലെ. 0.81. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, ഇതിന്റെ യൂണിറ്റ് എന്താന്ന്. അതാണ് ട്വിസ്റ്റ് മക്കളെ. ഇതിന് യൂണിറ്റ് ഇല്ല. ഇതിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല കേട്ടോ. സാന്ദ്രത ബൈ സാന്ദ്രത ഇല്ല. അപ്പൊ യൂണിറ്റ് ലെസ് ആണ്. ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ആള്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാന്ദ്രതയുടെ യൂണിറ്റ് വരുന്നതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം.
kg/m³ ആണ് കേട്ടോ. kg/m³. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ല, യൂണിറ്റ് ലെസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ വർക്ക് ആൻഡ് എനർജി, പ്രവൃത്തിയും ഊർജ്ജം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും വർക്കിന്റെ 2 ഇക്വേഷൻസ് ആണ്. W = F × S ഉം W = mgh ഉം. ഇത് രണ്ടും വർക്കിന് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് മനസ്സിലാക്കി വെക്കണം, ജൂൾ ആണ്. നെക്സ്റ്റ് എനർജിയെ കുറിച്ച് പറയുമ്പോൾ 2 ടൈപ്പ് എനർജി ആണുള്ളത്. പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജവും കൈനറ്റിക് എനർജി ഗതികോർജവും. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ mgh ഉം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ 12mv²ഉമാണ് നമ്മൾക്ക് ഉള്ളത്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് നമുക്ക് സംശയമുണ്ടോ? ഒരു സംശയം വേണ്ട, ജൂൾ തന്നെയാണ്. വർക്കിന്റെയും എനർജിന്റെയും യൂണിറ്റ് സെയിം ആണ്, പ്രവൃത്തിയുടെയും ഊർജ്ജത്തിന്റെയും യൂണിറ്റ് സെയിം. സൂപ്പർ, വേറെ പഠിക്കണ്ട അല്ലേ? ഓക്കെ, റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചോദ്യമാണ്. ഇയാളുടെ ഇനീഷ്യൽ മൊമെന്റം ഞാൻ തരാം. PI നമ്മൾക്ക് ഉണ്ട്, PF നമ്മുടെ കയ്യിലുണ്ട്. PF എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അത് 800 kg/m² ആണ്. PI ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് 200 kg/m² ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം 5 സെക്കൻഡ് കൊണ്ടുണ്ടായിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, ഇതിന്റെ മൊമെന്റ് വ്യത്യാസ നിരക്ക് കണ്ടെത്തുക. ടൈം തന്നിട്ടുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. സോ ആൻസർ എവിടെ ചെയ്യണം? നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. സമയം കളയണ്ട, പെട്ടെന്ന് പോയി പഠിച്ചു. ഓക്കെ, ബൈ.